വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അഫിഡവിറ്റ് നൽകുന്ന സമയത്ത് അതത് വകുപ്പുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് റവന്യൂ സെക്രട്ടറിയോ റവന്യൂ മിനിസ്റ്ററോ അറിയണമെങ്കിൽ റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം. ഇത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ചെയ്യേണ്ടത് വകുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിൽ അഫിഡവിറ്റ് നൽകേണ്ടത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അഫിഡവിറ്റ് നൽകിയിട്ടുള്ളത്. അതിൽ വേറൊരു കൺഫ്യൂഷന് ഒരു കാര്യമില്ല. അതിനകത്ത് അണ്ടർ സെക്രട്ടറി റവന്യൂ എന്ന് പറയുന്നത് അവർ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ അവരുടെ കീഴിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്. യഥാർത്ഥത്തിൽ ഇത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട വകുപ്പ് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. റവന്യൂ വകുപ്പിനല്ല അതിൻ്റെ ഉത്തരവാദിത്തം. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെ വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കും. അല്ല, റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള കാര്യമാണെങ്കിൽ മാത്രമേ റവന്യൂ വകുപ്പ് അറിയാതെ മന്ത്രിയോ സെക്രട്ടറിയോ അറിയാതെ പോയാൽ നമുക്കതൊരു പരാതി പറയാൻ ഒക്കും. ഇത് ഞങ്ങളുടെ വകുപ്പിന് കീഴിലല്ല, റവന്യൂ വകുപ്പിന് കീഴിലല്ല. ഇത് വഖഫ് മൈനോറിറ്റിയുടെ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ന്യൂനപക്ഷ വകുപ്പ് തന്നെയാണ് അതിൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് റവന്യൂ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യം, റവന്യൂ അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പ് അത് അറിയേണ്ട ഒരു കാര്യമില്ല. റവന്യൂ വകുപ്പിനകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അത് സെക്രട്ടറിയോ മിനിസ്റ്ററോ അറിയേണ്ടതാണെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇതല്ല, ഇത് വഖഫിൻ്റെ കാര്യം, മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരത് കൊടുത്തു. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. റവന്യൂ അണ്ടർ സെക്രട്ടറിയാണ് ആ ഉത്തരവിറക്കിയത്. റവന്യൂ അണ്ടർ സെക്രട്ടറി വഖഫുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൂടി ചുമതല വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ വന്നത്. ഇത് റവന്യൂ ആണല്ലോ എന്നൊരു ധാരണ. റവന്യൂ അല്ല, അതാണ് കാര്യം. അല്ല, ഞാൻ പറഞ്ഞ പൊതുവായി ഗവൺമെൻറ് കാര്യങ്ങളല്ലാതെ ഇതൊക്കെ വകുപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യുന്നത് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. ആ വകുപ്പാണ് അത്തരം കാര്യങ്ങൾ എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. പൊതുവായ ഗവൺമെൻറ് കാര്യങ്ങൾ അത് അല്ലാത്ത രീതിയിലും ചർച്ച ചെയ്യും. അതിനപ്പുറത്ത് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒന്നുമില്ല. വളരെ ക്ലിയറാണ്.